സർവശക്തനാകുന്ന ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കുന്ന കൃപകൾക്കായിട്ട് നന്ദി. ഞങ്ങളുടെ ജീവിതത്തിൽ നന്ദി അല്ലാതെ ജീവിതത്തിൽ ഒന്നും അങ്ങ് ചെയ്യാതെ, ദോഷമായിട്ടൊന്നും ചെയ്യാതെ, സകലവിധ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ മാനിച്ച് ദേശത്ത് നിലനിർത്തി നന്മ അനുഭവിപ്പാൻ, അനർത്ഥങ്ങളൊന്നും കടന്നു വരാതെ ഞങ്ങളെ സംരക്ഷിപ്പാൻ അങ്ങേക്ക് ഞങ്ങളോട് കരുണ തോന്നുന്നതിനാൽ നന്ദി അർപ്പിക്കുന്ന കർത്താവേ, ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള കർത്താവേ, ഭക്തന്മാർ അങ്ങേ ആരാധിക്കുന്നതിനോടൊപ്പം സ്വർഗം സന്തോഷിക്കുന്ന ഒരു പകൽക്കാലം ഏഴകൾക്കും തിരുപാദപീഠത്തിലേക്ക് മുട്ടുകളെ മടക്കുവാൻ ഒരു സാഹചര്യം, ഒരു സാവകാശം ഞങ്ങൾക്ക് നൽകിയതിനാൽ നന്ദി അർപ്പിക്കുന്നു. എന്റെ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. കർത്താവേ, സ്വാമിനെ കുടുംബമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ ദേശത്ത് അങ്ങ് കൊണ്ടുവന്നു കർത്താവേ, ആത്മീയമായി കർത്താവ് അവനെ അനുഗ്രഹിച്ചു. ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് അവനെ വേർതിരിച്ചു. അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് അവനോട് തോന്നുന്ന ഹിതത്തിനായിട്ട്, അവനോട് തോന്നുന്ന കരുണയ്ക്കായിട്ട് നന്ദി അർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ആദിമ വിശ്വാസത്തിൽ നിന്നെ അനേകർ കർത്താവേ, ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ ശോധനയിൽ പട്ടുപോയപ്പോൾ, വിശ്വാസത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാർ കാണിച്ചു തന്ന ആ പാതയിലൂടെ തലമുറകളാകുന്ന ഞങ്ങൾക്ക് സഞ്ചരിക്കുവാൻ പരിശുദ്ധ പിതാവേ ഇടയാക്കുന്ന എല്ലാ കൃപകൾക്കുമായിട്ട് നന്ദിയപ്പ. ഈ ലോകത്തിൽ ഞങ്ങൾക്കൊന്നും വേണ്ട കർത്താവേ, എൻ്റെ അപ്പനെ മാത്രം ഞങ്ങൾക്ക് മതി. അങ്ങയുടെ മാർവിൽ ഒന്ന് ചാഴ്ന്നാൽ മതി കർത്താവേ. കർത്താവേ, ഹല്ലേലൂയ. ആ വഴികളിലൂടെ ഞങ്ങൾക്ക് സഞ്ചരിക്കുവാൻ ഞങ്ങളുടെ തലമുറകളും അങ്ങനെ കർത്താവേ, ഞങ്ങൾ കർത്താവെ കാണിച്ചു തന്ന ആ വഴികളിലൂടെ സഞ്ചരിപ്പാൻ പിതാവേ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി കർത്താവ് മാനിക്കണമേ. ദേശത്തിലെ നന്മ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിനാൽ സ്തോത്രം. ദൈവദാസനെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീവിതത്തിൻ്റെ പല മേഖലകളിലും സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ആ ജീവിത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴും ഹല്ലേലൂയ, നാഥാ, അങ്ങയുടെ കരുണയും അങ്ങയുടെ കൃപയും ഹല്ലേലൂയ കൂടെ ഇരുന്ന് വഴി നടത്തുന്നതിനാൽ നന്ദി. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ഹല്ലേലൂയ, അതൊരു ഭാഗ്യപദവിയാണ് കർത്താവേ. ആ പദവി ഞങ്ങളുടെ ദാസനും കർത്താവ് നൽകിയിരിക്കുന്നതിനാൽ നന്ദി അർപ്പിക്കുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ അവൻ എന്നെ നടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കർത്താവേ, ഞങ്ങളെ വഴി നടത്തുന്നതാകുന്ന ഈ ആത്മാവ് ഞങ്ങളുടെ ജീവിതത്തിന്മേൽ സ്വസ്ഥത നൽകുന്ന ദൈവമാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്നവർക്കെല്ലാം ദൈവിക സാന്നിധ്യത്തിൽ കർത്താവെ സ്വസ്ഥത അനുഭവിപ്പാൻ, ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന, മുറിപ്പെടുത്തുന്ന ഹല്ലേലൂയ വാക്കുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ ആഞ്ഞടിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വസ്ഥത നൽകുന്നത് പരിശുദ്ധാത്മാവ്, അതിനു വേണ്ടുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന വലിയ ദൈവത്തിന്റെ കൃപ, ആ കരുണ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഞങ്ങളുടെ മേൽ ചൊരിയുന്നതിനാൽ നന്ദി അർപ്പിക്കുന്നു. വീണ്ടും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. അടിയങ്ങളെ ദൈവത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന അല്ലെങ്കിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ചില സഹോദരിമാരുണ്ട് കർത്താവേ, അവർ ജോലിയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. ചില സഹോദരന്മാരുണ്ട്, അവരെയും മാനിക്കണം. ചില കുടുംബങ്ങളുണ്ട് കർത്താവേ, അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോടൊപ്പം അവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പാട്ട് ഞങ്ങൾക്ക് നൽകുമാറാകണം, നല്ല സങ്കീർത്തനങ്ങൾ ഞങ്ങൾക്ക് നൽകുമാറാകണം. അങ്ങേ ആത്മാവിൽ ആരാധിക്കുവാൻ, സകലതും മറന്നുകൊണ്ട് ദൈവസന്നിധിയിൽ അല്പനിമിഷം ആനന്ദ നൃത്തമാടുവാൻ ദാവീദ് ദൈവസന്നിധിയിൽ നൃത്തം ചെയ്തതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവെ, ഞങ്ങൾക്ക് ഒരു യാതൊരു യോഗ്യതയുമില്ലാത്തവരായ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ നൃത്തം ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ അനുവദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിനുവേണ്ടി ഞങ്ങളുടെ ദാസനെ കർത്താവ് ഒരുക്കുന്നതിനാൽ നന്ദി. വചനത്തിന്റെ ആഴങ്ങൾ നിങ്ങൾക്ക് നൽകുമാറാകണം. ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. ഇൻസ്ട്രുമെന്റിനെ കർത്താവ് സംരക്ഷിക്കണം, ശുദ്ധീകരിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. വായിക്കുന്നവരെ, പാടുന്നവരെയൊക്കെ കർത്താവ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ആലയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഈ ആലയം കർത്താവ് ഞങ്ങൾക്ക് നൽകിയതാണ്. ഈ ആലയത്തിൽ അനേകം കസേരകൾ ഇനിയും ബാക്കിയുണ്ട് കർത്താവേ. ഞങ്ങളോട് ചേർന്ന് ആരാധിക്കുവാനുള്ള ചില ഭക്തന്മാരെ, കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ചില വിശുദ്ധന്മാരെ, വിശുദ്ധ ജീവനം നയിക്കുന്ന ചിലരെ ഞങ്ങളോടൊപ്പം ചേർക്കുവാൻ കർത്താവിന് ഹിതം തോന്നുമാറാകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ദൈവഹിതത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇന്നയോളം നടത്തിയ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു.
തരുണത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ ആരാധിക്കുന്നില്ല, അവരെയും ബലപ്പെടുത്തണമേ. അടുത്തൊരാഴ്ചക്കാലം ജീവിപ്പാൻ ആവശ്യമാകുന്ന ദൈവിക കൃപയും ശക്തിയും ഞങ്ങൾ പ്രാപിച്ചു കടന്നു പോകുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിനെ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, ബലപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഏത് പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ദൈവദാസൻ കുടുംബം, സാമ്പ്രദർ കുടുംബം, അല്ലെങ്കിൽ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമാകുന്ന നാമത്തിൽ അടിയന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആരാധന ദൈവസന്നിധിയിൽ നൽകുവാനിടയായത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പിതാവ് ഹല്ലേലൂയ ആഗ്രഹിച്ചത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഹല്ലേലൂയ മക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകണമെന്ന്. അതാ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഹല്ലേലൂയ. ലോകത്തിൽ ഹല്ലേലൂയ പാപത്തിലേക്ക് കടന്നു പോകുവാൻ മനുഷ്യന് വലിയ സമയമൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുടുംബജീവിതം നഷ്ടപ്പെടുത്തി കളയുവാൻ ഹല്ലേലൂയ മനുഷ്യന് വലിയ സമയമൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകം ഹല്ലേലൂയ നമ്മുടെ തലമുറകൾക്കോ നമ്മൾക്കോ ഒന്നും യോഗ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്രത്തോളം ഹല്ലേലൂയ നമ്മൾ കേൾക്കുന്നതാകുന്ന ഹല്ലേലൂയ വാക്കുകളും വാർത്തകളുമൊക്കെ ഒത്തിരി വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ അടിയന്റെ ജീവിതത്തിലേക്ക് കേൾക്കുവാനിടയാകുന്നത്. കുടുംബജീവിതം ശിഥിലമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തോടെ തലമുറകളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുക എന്നുള്ളത് ഒരു മഹൽ ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര നാൾ നമ്മൾ ഈ ലോകത്തിലുണ്ടെന്ന് നമ്മൾക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒറ്റ പ്രത്യാശയുള്ളൂ, കർത്താവിന്റെ ഹല്ലേലൂയ വരവിങ്കൽ എടുക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യതയിൽ നമ്മൾക്ക് കാണുവാൻ കഴിയണം. അതിനപ്പുറമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഒരു പദവിയും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പദവികളൊക്കെ കർത്താവ് നമുക്ക് നൽകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊക്കെ കർത്താവിന്റെ സമയമാകുമ്പോൾ ഓരോരുത്തർക്ക് അതത് സമയത്ത് ദൈവം നൽകും. അതാണ് ഹല്ലേലൂയ 67-ാം സങ്കീർത്തനത്തിൽ വായിച്ചത്. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടുന്നതിന്. പ്രൈസ് ദി ലോർഡ്. 67-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യമാണ്. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ കർത്താവ് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, കർത്താവിനെ സേവിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന തന്റെ മക്കളെ അല്ലെങ്കിൽ അനാഥരായിട്ട് കർത്താവ് കൈവിടാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ അവർ നിന്ദിക്കപ്പെടുവാൻ ഇടയാകാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ രക്ഷ ജാതികൾ അറിയേണ്ടതിന് വേണ്ടിയാ. നമ്മെ രക്ഷിച്ചവനാകുന്ന ദൈവത്തിന്റെ രക്ഷയാണ് ഹല്ലേലൂയ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ രക്ഷയില്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്നും ആകത്തില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവ് ദൈവത്തെ അറിഞ്ഞിരുന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ബാക്കിയുള്ള സഹോദരന്മാരെ പോലെ ഞങ്ങളും ഹല്ലേലൂയ ആയിത്തീർന്നേനെ. എന്നാൽ അതിന് ഹല്ലേലൂയ ദൈവം ഇടയാക്കാതെ എൻ്റെ പിതാവിനെ ദൈവം കണ്ടു. അതിലൂടെ ഞങ്ങളുടെ തലമുറകളും കാണുവാനിടയായി. ഇപ്പോൾ എൻ്റെ ഹല്ലേലൂയ പ്രിയപ്പെട്ടപ്പോൾ നാട്ടിൽ പോയപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഉപ്പാപ്പൻ്റെ മകനും വൈഫും കൂടെ പറഞ്ഞു, ഹല്ലേലൂയ ഞങ്ങൾ ചെല്ലുമ്പോൾ സ്നാനപ്പെടണമെന്ന്. ആദ്യത്തെ കുടുംബമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണേ, ഞാൻ തന്നെ സ്നാനപ്പെടുത്തണമെന്നും പറഞ്ഞു. അവൾ ചിരിച്ചപ്പോൾ പറഞ്ഞു, തമാശയായിട്ടല്ല, സീരിയസ് ആയിട്ട് പറയുകയാണ്. എന്തുകൊണ്ടാ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്നേഹം, നമ്മുടെ ഇടപെടൽ, ദൈവം നമ്മെ മാനിക്കുന്നത് കണ്ടപ്പോൾ, തലമുറകളൊക്കെ അനുഗ്രഹം പ്രാപിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതാണ് സത്യദൈവം. തന്റെ മക്കളെ അനുഗ്രഹിക്കുന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. സകല ജനവും കാണണം, ദൈവത്തിന്റെ പ്രവൃത്തി സകല ജനവും അറിയണമെങ്കിൽ തന്റെ മക്കളെ അനാഥരായി ദൈവം കൈവിടുവാൻ പാടില്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നവനാ. ദൈവം നമ്മെ മാനിക്കുന്നതിന് അടിസ്ഥാനം എന്ന് പറയുന്നത്, ദൈവത്തിന് വേണ്ടി ആര് നിന്നിട്ടുണ്ടോ അവരുടെ തലമുറയൊക്കെ കർത്താവ് മാനിച്ചിട്ടുണ്ട്. പഴയ പിതാക്കന്മാരെയൊക്കെ ഒന്ന് ഓർത്തു നോക്കുമ്പോൾ ഹല്ലേലൂയ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പിതാക്കന്മാരുടെ മക്കൾ മുഴുവനും വിദേശ രാജ്യങ്ങളിലാണ്. അവർ ജോലിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് വേല ചെയ്തുകൊണ്ടിരിക്കുക, ഇല്ലേ? അതാണ് ഈ വാക്യത്തിനടുത്ത്, നിന്റെ വഴി ഭൂമിയിൽ, ദൈവത്തിന്റെ വഴി ഭൂമിയിൽ അറിയണമെങ്കിൽ എങ്ങനെ അറിയിക്കുന്നത്? ദൈവത്തെ സേവിക്കുന്ന ജനത്തിലൂടെ അല്ലെങ്കിൽ ജാതികൾ അറിയുവാൻ പറ്റും. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ സ്വാമിനോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ലഭിച്ച സമയം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നു. ബാക്കിയുള്ള സമയങ്ങൾ ഒരു 11:15 വരെയുള്ള സമയങ്ങൾ അല്ലെങ്കിൽ ശുശ്രൂഷകൾക്ക് വേണ്ടി സ്വാമിനെ ക്ഷണിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു.
പ്രൈസ് ലോർഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. ഒരു പകലും കൂടെ കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസരം കൂടെ കർത്താവ് ഒരുക്കിയിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ രഞ്ജിത്ത് കുടുംബം, കുഞ്ഞുങ്ങൾ ജോസാൻ കുടുംബം, പാസ്റ്റർ ഷിജു കുടുംബം, കുഞ്ഞുങ്ങൾ, സൂമിലൂടെ നമ്മളോട് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളോട് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരുന്ന കർത്താവിനെ സ്തുതിക്കുവാൻ ലഭിച്ച ഈ അവസരം ഒരു ഭാഗ്യ പദവിയായി ഞാൻ കണക്കാക്കുന്നു. കർത്താവ് വിശ്വസ്തൻ. ഇന്നിവിടെ പകൽക്കാലം നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് എൻ്റെ കഴിവോ എൻ്റെ ബലം കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപയാണ്, കർത്താവിൻ്റെ സ്നേഹമാണ്, കർത്താവിന് നമ്മളോടുള്ള കരുതലാണ്. യോഗ്യതയില്ലാത്തടുത്ത് നമ്മളെ യോഗ്യരാക്കി നിർത്തുന്ന കർത്താവിൻ്റെ കരുണയ്ക്കായി ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ ഈ സഭാമധ്യത്തിൽ ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വിശ്വസ്തൻ, ഈ ദൈവം വാക്കുമാറാത്തവൻ. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനാണ് നമ്മുടെ കർത്താവ്. ഓ റവാശേരിയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹൃദയം തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 27-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ കാണുന്നു: ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. യഹോവയ്ക്ക് കൊടുക്കാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, കർത്താവിന്. ഹല്ലേലൂയ. യഹോവയ്ക്ക് മഹത്വം കൊടുക്കാൻ പറയുന്നു. ഹല്ലേലൂയ. മഹത്വവും ശക്തിയും യഹോവയ്ക്ക് കൊടുക്കുവാനുള്ളതാണ്. ശക്തിയും മഹത്വമൊക്കെ കൊടുക്കുന്നവരെ വെറുതെ അയച്ചു കളയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ നമ്മെ അനുഗ്രഹിക്കും. അതിൻ്റെ അവസാന വാക്യത്തിൽ പറയുന്നു, അവൻ നിങ്ങളെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മളിവിടെ ആരാധിക്കുമ്പോൾ വലിയ ദൈവപ്രവൃത്തികളിവിടെ നടക്കും. അത് നമ്മുടെ കഴിവുകൊണ്ടോ ബലം കൊണ്ടോ ഒന്നുമല്ല, കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. കർത്താവ് കടന്നു വന്നാൽ വെറുതെ പോത്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടേ പോത്തുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഈ അന്തരീക്ഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. യേശുവിൻ നാമത്തിൽ മഹത്വത്തിന്റെ രാജാവിനെ ഞങ്ങൾ ആരാധിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി, അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി, അങ്ങയുടെ മഹത്വത്തിന് നന്ദി. ഓ റബശധര പ്രഭാന. യേശുവിൻ നാമത്തിൽ ഈ അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന സകല ഇരുളിന്റെ വ്യാപാരങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. വഴിമാറുക. യേശുവിൻ നാമത്തിൽ മഹത്വത്തിന്റെ രാജാവ് ഇവിടെ വന്നിരിക്കുന്നു. ദൈവ സാന്നിധ്യം ഇവിടെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ആരാധനയല്ലേത്, പരിശുദ്ധാത്മാവിനെ നിയന്ത്രിച്ചാട്ടെ, ദൈവ സാന്നിധ്യം തന്നെ ഇതിനെ നിയന്ത്രിച്ചാട്ടെ. ഞങ്ങൾ നല്ല പാത്രങ്ങൾ പോലെ, നല്ല ആയുധങ്ങളായി, നല്ല ഉപകരണങ്ങളായി അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. പാട്ടുകൾ പാടുമ്പോൾ അതിൽ കൂടെ ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. അങ്ങയ്ക്ക് മഹത്വമായത് ഉയരട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പാട്ടുകളെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവ് ആരാധ്യനായിരിക്കാൻ ഹൃദയം തുറന്ന് ദൈവത്തിന് കൊടുക്കണം. മനസ്സോടെ കൊടുക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം എന്നിവിടെ വന്നിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കണം? അങ്ങനെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആയുസിൻ നാളുകളെല്ലാം
ആരാധിക്കുന്നിതാ അങ്ങയെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. എന്റെ രോഗക്കീടക്കയാതി എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ പാപസംഹാരകനേ, എന്റെ സർവവും അങ്ങ് മാത്രമേ. എന്റെ രോഗക്കീടക്കയാതി എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ പാപസംഹാരകനേ, എന്റെ സർവവും അങ്ങ് മാത്രമേ. ആരാധനേ ഓ സമാരാധനേ ആരിലും ഉന്നതനാമേശുവേ. ആരാധിക്കുന്നിതാ അങ്ങയെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധിക്കുന്നിതാ അങ്ങയെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. എന്റെ വേദനയിൽ ആശ്വാസം നിന്റെ സ്വാതന്ത്ര്യം എന്നുമെന്നും. എന്റെ രക്ഷകനാം യേശുവേ, എന്റെ സങ്കേതം അങ്ങ് മാത്രമേ. എന്റെ വേദനയിൽ ആശ്വാസം എന്റെ സ്വാതന്ത്ര്യം എന്നുമെന്നും. എന്റെ രക്ഷകനാം യേശുവേ, എന്റെ സർവവും അങ്ങ് മാത്രമേ. ഓ ആരാധ്യനേ സമാരാധ്യനേ യേശുവേ, ആരിലും ഉന്നതനാമേശുവേ. ഓ ആരാധിക്കുന്നിതാ അങ്ങയെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ഓ ആരാധിക്കുന്നിതാ അങ്ങയെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. എന്റെ പ്രത്യക്ഷദിനമാതിൽ നിന്റെ വിശ്വസ്തദാസനായി, നിന്റെ വിശ്വസ്ത സാക്ഷിയായി അങ്ങേ സന്നിധിയിലെത്തിയിടുക. നിന്റെ പ്രത്യക്ഷദിനമാതിൽ നിന്റെ വിശ്വസ്ത സാക്ഷിയായി, നിന്റെ വിശ്വസ്ത സാക്ഷിയായി അങ്ങേ സന്നിധിയിൽ എത്തിയിടുക.
Praise to Jesus. Hallelujah. കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി ഒരു പകലും കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കപ്പെട്ടല്ലോ. എത്ര മഹത്വകരമായ അവസ്ഥയാണ്. തൻ്റെ ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുത്ത തൻ്റെ മക്കൾ ഈ ഭൂമിയിൽ നിന്ന് കർത്താവിനെ ഇങ്ങനെ ആരാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കർത്താവ് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കത്തില്ല. ആ കണ്ണ് തുറന്ന് നമ്മളെ നോക്കും. ഹല്ലേലൂയ. ആ കർത്താവ് ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കരുണയുള്ള കണ്ണുകൾ കൊണ്ടൊന്ന് നോക്കിയാൽ, ഓ ഹല്ലേലൂയ, കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടിന്ന് പകൽ ഞങ്ങളൊക്കെ ആരാധിക്കുന്ന കർത്താവേ, ആരാധനയെ സമാരാധന അങ്ങ് മാത്രമാണ്. ആരിലും ഉന്നതനായവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഇവിടുത്തെ രാജാവിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു വണ്ടിക്കകത്ത്, ചെറിയൊരു വണ്ടിക്കകത്ത് കൊണ്ടുപോയി നമ്മളൊന്ന് അർപ്പിച്ച, തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ ചെറിയ വാഹനത്തിലായിരിക്കത്തില്ല വരുന്നത്. ആ രാജാവിന്റെ മഹത്വത്തിനൊത്തത് തന്നെ വിടത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് രാജാതി രാജാവിനെ നമ്മൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. എന്തെങ്കിലും കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് ഓർത്ത്, ആ ചങ്കിലെ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി നമ്മളെ വീണ്ടെടുത്ത നന്മയെ ഓർത്ത് നമ്മൾ ആരാധിക്കാൻ പോവുക. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ദൈവ മഹത്വം നമ്മുടെ മേലെ ഇറങ്ങട്ടെ. ഹൃദയം തുറന്ന് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ നാം ശുദ്ധനായി തീർന്നു. ശുദ്ധനായി തീർന്നു തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. ഓ മഹത്വം രക്ഷകാ സ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും അങ്ങേത ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടാടി വണങ്ങും. ഓ സ്തുതിക്കും അങ്ങേത ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടാടി വണങ്ങും. ആർപ്പോടു അങ്ങേ ഘോഷിക്കും ഈ സിയോൻ. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തന്നെ ഓടുന്നു വിരുദിനായി. ലഭിക്കും നിശ്ചയം എന്തിരൂടെനിക്കു ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. ഭവിക്കും അന്നുല രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. ഓ പ്രാപിക്കും അന്നുല രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. എൻ ഭാഗ്യകാലം നോക്കുമ്പോൾ എന്നുള്ളം ഈ ലോകസുഖം ഞാൻ ഭാഗ്യം കണ്ടപ്പോ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജൻ മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുവേ സ്വർഗത്തിൽ നാം കോടി കോടി യുഗങ്ങളായി. ഓ രക്തത്തിൻ ഫലമായി വാഴുവേ സ്വർഗത്തിൽ നാം കോടി കോടി യുഗങ്ങളായി. മനോഹരമാം സിയോനിൽ നാം വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോ ആ വീണെ എത്തുമ്പോ നിത്യമാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ. എൻ ശത്രുവിനതു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും സാനന്ദം പാടിടും യേശുരാജൻ മുൻപാകെ. ഓ ആനന്ദം കൂടിടും സാനന്ദം പാടിടും യേശുരാജൻ മുൻപാകെ. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. ഓ മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടാടി വണങ്ങും. പാതാളമേ മരണമേ നിന്നുടെ ജയമേ വീരേ. ഓ കുഞ്ഞാട്ടിൻ
ഒട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോ. പാതാളമേ മരണമേ നിന്നോട് ജയമേ വീരേ. കുഞ്ഞാട്ടിന്നിടം ഒട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോ. അങ്ങനെങ്കിൽ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ. ഭീകരമാ ചെങ്കടലും ഇസ്രായേൽ സൈന്യനിരയും ഭീഷണിയാ മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോ. ഭീകരമാ ചെങ്കടലും ഇസ്രായേൽ സൈന്യനിരയും ഭീഷണിയാ മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ. ശക്തരായ രാജാക്കളാ സിംഹനുമോടും വന്നാ. ശങ്ക വേണ്ട ഭീതി വേണ്ട ശക്തൻ നായകൻ സിംഹനുമോടും വന്നാ. ശങ്ക വേണ്ട ഭീതി വേണ്ട ശക്തൻ നായകൻ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും രാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ. അഗ്നിയെ ദഹിപ്പിക്കില്ല നദികൾ കവിയുകില്ല. അഗ്നിയാതിൽ താരാമൻ താനാഴിമേൽ നാടാകുന്നതാ. അഗ്നിയെ ദഹിപ്പിക്കില്ല അതിന്മേൽ കവിയുകില്ല. അഗ്നിയാതിൽ താരാമൻ താനാഴിമേൽ നാടാകുന്നതാ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ. പാതയിൽ നീ നടന്നാൽ വെളിച്ചമായവൻ നിനക്ക്. കുട്ടിനുവാരും പോലും വാരിയും കുഴങ്ങും ആശ്വാസമായി. ഉയരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായവൻ നിനക്ക്. കുട്ടിനുവാരും പോലും വാരിയും കുഴങ്ങും ആശ്വാസമായി. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ. പുലിയും പണിയും പുലിയും പണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം. മരണം മാറും നാം വാഴും ജീവനിൽ കൂടെ യുഗയുഗം. ഭൂമിയും പാണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം. മരണം മാറും നാം വാഴും ജീവനിൽ തൻ കൂടെ യുഗയുഗമാ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി
അഭയം താനവർക്കെന്നുമേ. ഓ മഹത്വരാജനായി സേനയും വീരനായി അഭയം താനവർക്കെന്നുമേ. പുലിയും പാണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം. ഓ മരണം മാറും പ്രത്യാശയോടെ ഭൂമിയും പാണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം. ഓ മരണം മാറും നാം വാഴും. രാജനായി സേനയും വീരനായി അഭയം താനവർക്കെന്നുമേ. രാജനായി സേനയും വീരനായി അഭയം താനവർക്കെന്നുമേ. പാണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം. മരണം മാറും നാം വാഴും. യേശുവിൻ നാമത്തിൽ മരണങ്ങൾ വഴിമാറും. മഹത്വത്തിന്റെ രാജാവേ ഞങ്ങൾക്ക് ജയം തരുന്ന കർത്താവിന്റെ നാമത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഈ ദേശത്തിന്റെ മീതെ ഞങ്ങൾ ഉയർത്തുന്നു. ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി വഴികൾ തുറക്കുന്ന യേശുവിൻ നാമത്തിൽ സഭയെ നിറയ്ക്കുന്ന ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യത്താൽ നിറയ്ക്കുന്ന ും
യേശുവിൻ നാമത്തിന് മഹത്വം. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ നന്ദി, അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി, അങ്ങയുടെ പ്രവൃത്തികൾക്ക് നന്ദി, ആ ദൈവ മഹത്വത്തിന് നന്ദി. ഓ റബശതര, ഇന്ന് പകൽ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെട്ടു വരുന്ന ദൈവ സാന്നിധ്യത്തിന് നന്ദി അപ്പാ. പ്രവൃത്തികളെ ഇവിടെ ചെയ്താട്ടെ, ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്താട്ടെ, വിദേശത്ത് ചെയ്താട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. Open the Lord in the mighty name of Jesus. അവരുടെ നാമത്തിൽ ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നത് മഹത്വത്തിനായി ചെയ്താട്ടെ, മഹത്വത്തിനായി ചെയ്താട്ടെ. ദൂതന്മാരുടെ ഇറങ്ങട്ടെ, ഈ ഹോളിന്റെ പരിസരത്ത് ദൂതന്മാർ ഇറങ്ങട്ടെ, ഭവനങ്ങളിൽ ദൂതന്മാർ ഇറങ്ങട്ടെ. എല്ലാ ശക്തിയുടെ വ്യാപാരം പരിശുദ്ധാത്മാവിന്റെ തീയിൽ ചിലതിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ
പുറപ്പെട്ടു പോകുക യേശുവിൻ നാമത്തിൽ. സകല നാമത്തിനും മേലായി ഉയർത്തുന്നു. ജയത്തിന്റെ കൊടി ഉയർത്തുന്നു. ഈ കുടുംബങ്ങൾക്ക് മേൽ, ഈ വ്യക്തികൾക്ക് മേൽ, അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മേൽ യഹോവ നിസ്സി എന്നുള്ള കൊടി ഞങ്ങൾ ഉയർത്തുന്നു. ഓ യഹോവ നിസ്സി, യഹോവ ഞങ്ങളുടെ ജയക്കൊടി. അങ്ങ് ഞങ്ങളുടെ സങ്കേതം, അങ്ങ് ഞങ്ങളുടെ കോട്ട, ഞങ്ങളുടെ ആശ്രയം. ഞങ്ങൾ ഓടി വന്ന് അഭയം പ്രാപിക്കുന്നു ഞങ്ങളുടെ അപ്പന്റെ പാദപീഠത്തിൽ. ഓ ദൂതന്മാർ ചില കൊടികൾ ഉയർത്തുന്ന കർത്താവേ, ഈ ദേശത്തിന്റെ മീതെ ദൈവസഭയ്ക്ക് വേണ്ടി ഒരു കൊടി ഉയരുന്നു. ആത്മാവിൽ ഞങ്ങൾ കാണുന്നു ദൈവസഭയ്ക്ക് വേണ്ടി ഒരു കൊടി ഉയരുന്നു. നമ്മുടെ നാമം ഉയർത്തും, നമ്മുടെ നാമം ഉയർത്തും. യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവിന്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഓ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ആ മഹത്വമുള്ള നാമത്തെ, സകല നാമത്തിനു മേലായ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു കർത്താവേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി, അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി, അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി. ഓ തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ. തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ. യേശു ഉടയ്ക്കും, യേശു പാണിയും നല്ല പാത്രമായി തൻഹിതം പോ. യേശു ഉടയ്ക്കും, യേശു പാണിയും നല്ല പാത്രമായി തൻഹിതം പോ. എന്നെല്ലാം ആഴമാം വിശ്വാസത്താൽ ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. വാക്കുകൾ ഇല്ല. യേശുവേ, അങ്ങയുടെ നാമത്തെ വർണ്ണിച്ച് തീർക്കുവാൻ ഞങ്ങളുടെ നാവുകൾ പോരാപ്പാ. ഞങ്ങൾക്ക് തിന്മയൊന്നും ചെയ്യാത്ത, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന, ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന, ഞങ്ങളെ നടത്തിയ, ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളുടെ പാദപീഠത്തിൽ ഞങ്ങൾ സ്തോത്രം, സ്തുതി, ആരാധനകളെ ഞങ്ങൾ അർപ്പിക്കുന്നു. അപ്പായേ, അങ്ങ് ഇതിനെ സ്വീകരിച്ചാട്ടെ. ഞങ്ങൾ ഹൃദയം തുറന്നർപ്പിക്കുന്ന സ്തോത്രങ്ങൾ, സ്തുതികൾ, ആരാധനകൾ അങ്ങയുടെ മഹത്വത്തിനായി തീരട്ടെ. അങ്ങയുടെ കർത്താവേ സന്നിധിയിൽ അതൊരു സുഗ്രാഹിയാഗമായി തീരട്ടെ. ആ ദൈവമഹത്വം ഞങ്ങളുടെ മേൽ പകർന്നാട്ടെ. യേശുവേ, അങ്ങാണ് ഞങ്ങളുടെ നന്മ,
അങ്ങാണ് ഞങ്ങളുടെ ആശ്രയം. ഞങ്ങളുടെ ഉള്ളം അങ്ങിലാണ്. ഞങ്ങൾ ആഴമായ അങ്ങിൽ വിശ്വസിക്കുന്ന പകൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ സഭയായി ചേർന്ന് അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങൾ പറയുന്നപ്പാ, ഞങ്ങളുടെ ആശ്രയം അങ്ങാണ്, ഞങ്ങളുടെ സർവവും അങ്ങാണ് കർത്താവേ. ഞങ്ങളെ ഹൃദയംഗമായ ഞങ്ങളുടെ പാദപീഠത്തിൽ ആരാധനയായി ഞങ്ങളുടെ ശരീരാത്മദേഹികളെ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങ് ഇതിനെ സ്വീകരിച്ചാട്ടെ. അത് മഹത്വമായി, ദൈവശക്തിയായി, ദൈവകൃപയായി ഞങ്ങളുടെ മേൽ ഇറങ്ങട്ടെ കർത്താവേ. അത് ഞങ്ങൾ അനുഭവിക്കട്ടെ കർത്താവേ. ആ ജീവനിൽ ഞങ്ങൾ നടക്കട്ടെ കർത്താവേ. തിന്മയൊന്നും ചെയ്തിടാത്ത അങ്ങാണ് ഞങ്ങളുടെ നന്മയെങ്കിൽ കർത്താവേ, ഈ ദേശത്ത് ഞങ്ങൾ ആ നന്മ അനുഭവിക്കും. ഞങ്ങളുടെ കുടുംബങ്ങൾ ആ നന്മ അനുഭവിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ നന്മ അനുഭവിക്കും. ദൈവസഭ ആ നന്മ അനുഭവിക്കും. അതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത പരിശുദ്ധാത്മാവ് ഇന്നിവിടെ വന്നിട്ടുള്ളതോർ സ്തോത്രം. ആ ദൈവപ്രവൃത്തികൾ യേശുവിൻ നാമത്തിൽ ചലിക്കട്ടെ. ആ ദൈവമഹത്വം യേശുവിൻ നാമത്തിൽ വെളിപ്പെടട്ടെ കർത്താവേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരിക്കൽ കൂടെ എല്ലാ ആരാധനയും സ്തുതി സ്തോത്ര ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായ കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. അങ്ങയുടെ രക്തം കൊണ്ട് ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികളെ ഞങ്ങള് വിലയ്ക്ക് വാങ്ങി, ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി അങ്ങയുടെ സന്നിധാനത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ അർപ്പിക്കുന്നു കർത്താവേ. അങ്ങ് സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ മേൽ ആ ദൈവകൃപയായി പകരപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരിക്കൽ കൂടെ ദൈവവരങ്ങളിലേക്ക് താഴ്ത്തുന്നു. നല്ല തുറക്കപ്പെട്ട കർത്താവേ, വാതിലുകൾ പോലെ, തുറക്കപ്പെട്ട പാത്രങ്ങൾ പോലെ ഞങ്ങളുടെ സന്നിധാനത്തിൽ വെക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ പകർന്നാട്ടെ. ഞങ്ങളെ ഉപയോഗിച്ചാട്ടെ. ദൈവമഹത്വത്തിനാക്കി തീർത്താട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർ